കോൺഗ്രസ് അവരെ BJP അധികാരത്തിൽ വന്നാലും നമുക്ക് പ്രശ്നമില്ലെന്നും എന്ത് സംഭവിച്ചാലും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരരുത് എന്ന് ഏറ്റവും ശക്തമായി നിലപാട് സ്വീകരിച്ച ആരാണ്? കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതാണ്. ഈ ഇടതുപക്ഷ പാർട്ടികളുടെയും സോഷ്യലിസ്റ്റ് ചില ഗ്രൂപ്പുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഇപ്പോഴും BJP ആണ്. BJP ഏറ്റവും ശക്തമായി എതിർത്തിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. യഥാർത്ഥത്തിൽ BJP-യോടുള്ള വിദ്വേഷത്തിന്റെ ഫലമായിട്ടാണ് വിജയ് എന്നുള്ള ഒരു സിനിമാ താരം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് നമ്മൾ കാണേണ്ടതുണ്ട്. വിജയ് ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്തിരുന്നത് മോദിയെയായിരുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരിക്കലും നമ്മൾക്ക് ഈ ദ്രാവിഡ ഭാഷകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. അതുപോലെ തന്നെ ഈ കേരളം, കർണാടകം, തമിഴ്, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഒരു വലിയ സഖ്യത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ശക്തിയില്ല. ഹിന്ദി ഹൃദയഭൂമിയിൽ അതിന് സ്വീകാര്യത ലഭിക്കില്ല. രാജേഷ് നമസ്കാരം. രാജേഷ്, നമ്മുടെ ഈ ദേശീയ തലത്തിൽ BJP-ക്ക് ബദലായിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമായ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഇന്ത്യ സഖ്യം ഇപ്പോൾ കിണ്ടി സഖ്യമായ മാതിരിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ പുതുതായിട്ടൊരു കക്ഷി വന്നിട്ടുണ്ട്. TVK എന്ന് പറയുന്നൊരു കക്ഷി തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നാൽ DMK അവിടെ നിന്ന് മാറി. TMC ഇപ്പോൾ ഇടത് ഐക്യം വേണം, എല്ലാ പ്രതിപക്ഷ ഐക്യം എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അഖിലേഷ് യാദവ് ആണെങ്കിൽ കോൺഗ്രസിന് എതിരായിട്ട് തന്നെ തിരിഞ്ഞിട്ടുണ്ട്. തനിച്ച് മുൻപോട്ട് പോകണം എന്നുള്ളൊരു നിലപാടിലാണ്. ഈ പറഞ്ഞ തേജസ്വി യാദവ് ബീഹാറിലെയും ഏകദേശം സമാനമായ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ദേശീയ തലത്തിലൊരു പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ട് ഒരുപാട് പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം ഏകോപിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു നേതാവില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ് ഇരിക്കുന്നത്. നിതീഷ് കുമാർ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തി കേന്ദ്രമന്ത്രിയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള പാർട്ടികൾ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ അണിചേരുന്ന ഒരു സാഹചര്യവും അവരെ നയിക്കാൻ ശേഷിയുള്ള ഒരു ശക്തനായ ഒരു നേതാവും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒരു ഇടത് സോഷ്യലിസ്റ്റ് ഐക്യത്തോടു കൂടി തന്നെ ആ ഒരു പദം തന്നെ അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും. ഈ ഇടത് സോഷ്യലിസ്റ്റ് ഐക്യം എന്ന് പറയുമ്പോഴത്തേക്ക് പറയുമായിരിക്കും കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ഈ ത്രിപുരയിലും മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഇടത് പക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ CPIM ആണ് മറ്റേ ബീഹാറിൽ വളരെ ശക്തമായിട്ടുള്ളത്. എനിക്ക് ഏകദേശം 12ഓളം MLA അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലുമുള്ള ഇടതുപക്ഷ പാർട്ടികളെ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയും ഈ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ഐക്യം എന്നൊരാശയം കൊണ്ടുവന്നതിന് ശേഷം ഈ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ഇപ്പം മമതാ ബാനർജി ശക്തമാണ്, അവിടെ വെസ്റ്റ് ബംഗാളിൽ ശക്തിയാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പുറമേ നിന്ന് വേണമെങ്കിൽ ഈ ഇടത് സോഷ്യലിസ്റ്റ് ഐക്യത്തിന് വേണമെങ്കിൽ മാത്രം, കാരണം CPM-ൻ്റെ ഈ ഓഫീസുകൾ തിരിച്ചു കിട്ടിയേക്കുന്നത് BJP അവിടെ ഭരണത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ BJP-ക്ക് ബദലായിട്ട് ഒരു ഇന്ത്യ സഖ്യമായിരിക്കുമോ ബെറ്റർ, അതോ ഇടത് സോഷ്യലിസ്റ്റ് ഐക്യമായിരിക്കുമോ? അല്ല, ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഏറെക്കുറെ അസ്തമിച്ചു എന്ന് നമ്മൾ പറയണം. കാരണം ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും ശക്തമായ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ DMK ആയിരുന്നു, അതുപോലെ തന്നെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയായിരുന്നു. ഈ രണ്ട് പാർട്ടിക്കാരും സെപ്പറേറ്റായി കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 22 MP-മാരുണ്ട് DMK-ക്ക്, ഏതാണ്ട് അഖിലേഷ് യാദവിന് നല്ല MP-മാരുണ്ട്. പിന്നെ ഉള്ള MP-മാരുള്ളതെന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ്സാണ്. തൃണമൂൽ കോൺഗ്രസ് നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യത്തോട് താല്പര്യം പ്രകടിപ്പിക്കാതെ മാറി നിന്നു എന്നുള്ളതാണ്. പിന്നെ ആ സഖ്യത്തിൽ നിന്നും പിൻവലിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് താല്പര്യമില്ലാത്തത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിക്കും ഈ കോൺഗ്രസുമായിട്ട് യോജിച്ചു പോകുന്നതിൽ താല്പര്യമില്ല. ഒരു കാലത്ത് ആം ആദ്മി പാർട്ടി ആയിരിക്കും കോൺഗ്രസിന് ബദലായിട്ട് ചിലപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ CPM വളരെ സീരിയസ് ആയി ആലോചിച്ചിരുന്നു. സീതാറാം യെച്ചൂരിയുടെ നിർബന്ധപ്രകാരമാണ് കോൺഗ്രസ് സഖ്യത്തിലേക്ക് വരുന്നത്. ഈ യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ BJP വിരുദ്ധ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാവണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി ആയിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്തിരുന്നു. മറ്റ് പാർട്ടികളുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ സഖ്യം യാഥാർത്ഥ്യമായത്. ഈ സഖ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചെറിയ കാലത്താണെങ്കിൽ പോലും വലിയ താല്പര്യം പ്രകടിപ്പിച്ച് വന്നിരുന്ന മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ തേജസ്വി യാദവും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ സഖ്യത്തിലൊക്കെ പലപ്പോഴായിട്ട് ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും കരുനിൽ വീഴുന്ന കാഴ്ച കണ്ടത്. നമ്മുടെ കഴിഞ്ഞ ബീഹാർ ഇലക്ഷൻ തന്നെ ശ്രദ്ധിച്ചാൽ മതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പോലും ഇല്ലാത്ത നിയോജക മണ്ഡലങ്ങളിൽ പോലും ആ നിയോജക മണ്ഡലങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും വാശി പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ തേജസ്വി
യാദവ് ഏകപക്ഷീയമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും വേണമെങ്കിൽ നിങ്ങൾ 55 മണ്ഡലങ്ങളിൽ മത്സരിച്ചു, അതിനുശേഷം അവിടുത്തെ PCC പ്രസിഡന്റിനെയൊക്കെ എയർപോർട്ടിലിട്ട ആളുകൾ തല്ലുന്ന കാഴ്ച നമ്മൾ പല കണ്ടു. സ്ഥലങ്ങളിലും AICC നിരീക്ഷണത്തിലെന്ന കാഴ്ച നമ്മൾ കണ്ടു. പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് തമിഴ്നാട്ടിലുണ്ടായ വിഷയം പോലും പലപ്പോഴും കോൺഗ്രസ് അവരുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ. ഇപ്പം ഒറ്റ ഉദാഹരണം പറയാം. ആം ആദ്മി പാർട്ടി യഥാർത്ഥത്തിൽ ഡൽഹിയിൽ തോൽക്കാനുണ്ടായ സാഹചര്യം എന്താണ്? കോൺഗ്രസ് അവരെ BJP അധികാരത്തിൽ വന്നാലും നമുക്ക് പ്രശ്നമില്ലെന്നും എന്ത് സംഭവിച്ചാലും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരരുത് എന്ന് ഏറ്റവും ശക്തമായി നിലപാട് സ്വീകരിച്ച ആരാണ്? കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള വൈരം വളരെ ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പല പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇപ്പോൾ മറ്റൊരു ഉദാഹരണം നമുക്ക് പറയാം. ഇപ്പോൾ കേരളത്തിൽ വരുമ്പോഴേക്ക് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മെനക്കെട്ട ആൾ ഞാൻ നേരത്തെ പറഞ്ഞു സീതാറാം യെച്ചൂരി ആയിരുന്നു. സീതാറാം യെച്ചൂരി മരിച്ചുപോയി, പക്ഷേ എങ്കിൽ പോലും ആ സഖ്യം നിലനിൽക്കുന്നു. ഈ സഖ്യം തുടരേണ്ടതില്ല എന്നുള്ള ചർച്ച തെരഞ്ഞെടുപ്പിന് മുന്നേ വളരെ ശക്തമായി CPM ഉന്നയിച്ചിട്ടുണ്ട്. CPM-നും CPI-ക്കും കോൺഗ്രസുമായുള്ള സഖ്യത്തിനോട് മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല എന്നുള്ള നിലയിലേക്കുള്ള ചർച്ചകൾ മുന്നോട്ട് വരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെ കുറിച്ചിട്ട് അന്തിമമായ ഒരു പ്രഖ്യാപനം ഉണ്ടാവും എന്നൊക്കെ കരുതിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടിയതോടുകൂടി ആ വിഷയത്തിൽ ഇനി പെട്ടെന്ന് ഒരു പ്രഖ്യാപനമൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും ഈ ഇന്ത്യ സഖ്യവുമായി സഹകരിച്ചു പോകാൻ CPM-ഉം തയ്യാറല്ല നമ്മൾ കാണുന്നുണ്ട്. ഇടതു കക്ഷികൾക്ക് ആർക്കും ഈ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം ദേശീയ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു സഖ്യം ഉണ്ടായേ പറ്റുള്ളൂ. തീർച്ചയായും മമതാ ബാനർജി ആയിരിക്കും അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നേതൃത്വം കൊടുക്കുന്ന ഒരു സഖ്യത്തിലേക്ക് ഇടതുപക്ഷം വരുമോ? അല്ല, പക്ഷേ നമ്മൾ ഇടതുപക്ഷം വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കുകയാണ് തീർച്ചയായിട്ടും വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എല്ലാ കാലത്തും എല്ലാ തരത്തിലും ശത്രുത നിലനിൽക്കില്ലല്ലോ. രാഷ്ട്രീയത്തിൽ അങ്ങനെ എല്ലാ കാലത്തും ശത്രുതയല്ല. ഇപ്പോൾ ഈ ഇടതുപക്ഷ പാർട്ടികളുടെയും സോഷ്യലിസ്റ്റ് ചില ഗ്രൂപ്പുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഇപ്പോഴും BJP-യാണ്. ഇപ്പം ചില സോഷ്യലിസ്റ്റ് പാർട്ടികൾ BJP-ക്ക് കൈകൊടുത്തോടുകൂടി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ ശക്തി ക്ഷയിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പം കർണാടകത്തിൽ ഏറ്റവും ശക്തമായ നിലപാടുകളൊക്കെ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് ഇപ്പം ദേവേഗൌഡേൻ്റെ പാർട്ടി ഇന്ന് BJP-യുടെ ഭാഗമാണ്. അതിൽ അവരുടെ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ അംഗമാണ് കുമാരസ്വാമി. അപ്പം ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് പോലും യഥാർത്ഥത്തിൽ പ്രസക്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റേറ്റും ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന വാർത്ത എന്ന് പറയുന്നത് തെലങ്കാനയിൽ ചിലപ്പോൾ ഒരു അട്ടിമറി പോലും നടന്നുകൂടായില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അപ്പം പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഇപ്പം പഞ്ചാബ് അട്ടിമറിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും അത് വലിയ രീതിയിൽ പഞ്ചാബ് അട്ടിമറിക്കപ്പെടും. പഞ്ചാബ് അട്ടിമറിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ശ്രമിച്ചെങ്കിൽ പോലും അത് തൽക്കാലം നടന്നില്ലെങ്കിൽ പോലും വരും കാലത്ത് പഞ്ചാബിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സന്ദീപ് പട്ടക്കും രാഘവ് ചദ്ദയും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അവിടെയുള്ള AAP-യിലെ സ്ഥാനാർത്ഥികൾക്ക് മൊത്തം ടിക്കറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ഈ സന്ദീപ് പട്ടക്കിനോടും അതോടൊപ്പം തന്നെ രാഘവ് ചദ്ദയോടും ഈ പഞ്ചാബിലുള്ള MLA-മാർ ആം ആദ്മി പാർട്ടിയുടെ MLA-മാർക്കുണ്ട്. അവരെ പലതരത്തിലും ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ മാറും. അപ്പോൾ ദേശീയ തലത്തിൽ BJP വലിയ രീതിയിൽ ഓരോ സ്റ്റേറ്റും പിടിക്കാൻ വേണ്ടിയുള്ള വിവിധ തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുന്നു. ഓരോ സ്റ്റേറ്റിന് വേണ്ടി പ്രത്യേകം തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയത്താണ് ഈ മറ്റൊരു ഇപ്പം വിജയ് പോലുള്ള കക്ഷികൾ ഉദയം ചെയ്യുന്നത്. BJP ഏറ്റവും ശക്തമായി എതിർത്തിരുന്ന ഒരു പിന്നെ രാഷ്ട്രീയ നേതാവ് യഥാർത്ഥത്തിൽ BJP-യോടുള്ള വിദ്വേഷത്തിൻ്റെ ഫലമായിട്ടാണ് വിജയ് എന്നുള്ള ഒരു പിന്നെ സിനിമാ താരം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് നമ്മൾ കാണേണ്ടതുണ്ട്. വിജയ് ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്തിരുന്നത് മോദിയെയായിരുന്നു, മോദിൻ്റെ നയങ്ങളെയായിരുന്നു. അതുപോലെ തന്നെ ED പോലുള്ള ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ശത്രുക്കളെ അല്ലെങ്കിൽ എതിരാളികളെ കീഴടക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ ആയിരുന്നു ഏറ്റവും ആദ്യം തന്നെ വിജയ് ഒരു നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും BJP വിഴുങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലാത്ത ചില ശബ്ദങ്ങൾ ഉണ്ടാകുകയും അവർക്ക് വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് നമ്മൾ ഇതിൽ മനസ്സിലാക്കണം. ഇപ്പം പശ്ചിമ ബംഗാൾ പോയെങ്കിൽ ചിലപ്പോൾ UP തെരഞ്ഞെടുപ്പിൽ UP നഷ്ടപ്പെട്ടേക്കാം BJP-ക്ക്. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉരുത്തിരിയുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു വലിയ ഒരു സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം പോലെയല്ല, കുറച്ചും കൂടി കെട്ടുറപ്പുള്ള ഒരു സഖ്യം വരണം. അതിന് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. കോൺഗ്രസ് അല്ലാത്ത ഒരു കക്ഷി അതിന് നേതൃത്വം കൊടുക്കുകയും കോൺഗ്രസ് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ കൂടെ ചേരാം, അല്ലെങ്കിൽ ചേരാതിരിക്കാം. കോൺഗ്രസ് ഒറ്റക്ക് മരിക്കട്ടെ. CB നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒറ്റക്ക് മത്സരിച്ച് ദേശീയ തലത്തിൽ അവർ എത്രത്തോളം ശക്തിയുണ്ട് എന്ന് തെളിയിക്കട്ടെ. അതിനുശേഷം അവർ എന്താണ് നിലപാട് എന്നുള്ള പിന്നെ സ്വീകരിക്കും. IK ഗുജറാളിനും HD ദേവഗൌഡയ്ക്കും അതോടൊപ്പം തന്നെ ചന്ദ്രശേഖരനും കോൺഗ്രസ് പിന്തുണച്ചിട്ടില്ല. പ്രശ്നാധിഷ്ഠിത പിന്തുണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷെ ആ സമയത്തൊക്കെ വേറൊരു സംഭവം കൂടി ഇടതുപക്ഷ കക്ഷികൾക്ക് ശക്തി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വെസ്റ്റ് ബംഗാളിലും ഇടതുപക്ഷത്തിന് ഏതാണ്ട് 10-60 MP-മാരുണ്ടായിരുന്ന ഒരു കാലത്ത്
കാലത്താണ്. പക്ഷെ ഇന്നതില്ല. ഇന്ന് ഏറ്റവും ദുർബലമായ ഒരു പാർട്ടിയായി. വെസ്റ്റ് ബംഗാളിൽ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പം തള്ളിക്കളയാം. ഇപ്പം നമുക്ക് ഇല്ലാത്ത നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിന്നീട് ശക്തിപ്പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഇപ്പം 2.5 വർഷം കഴിഞ്ഞ എനിക്ക് തോന്നി മമതാ ബാനർജി എനിക്ക് തോന്നുന്നില്ല ദേശീയ രാഷ്ട്രീയത്തിൽ അത്രയും വലിയൊരു ഒരു പവർഫുൾ ലീഡർ അല്ല. ഒരു കാലത്ത് പിന്നെ ചന്ദ്രശേഖർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി രൂപീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇടക്കാലത്ത് നമ്മൾ കേട്ടിരുന്നു DMK ചിലപ്പോൾ ദേശീയ തലത്തിൽ ഈ സഖ്യത്തിന്റെ മുന്നിലേക്ക് വന്നേക്കും എന്നൊക്കെ. പക്ഷേ ഒരു കാരണവശാലും ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരിക്കലും നമ്മൾക്ക് ഈ ദ്രാവിഡ ഭാഷകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. അതുപോലെ തന്നെ ഈ കേരളം, കർണാടകം, തമിഴ്, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഒരു വലിയ സഖ്യത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ശക്തിയില്ല. ഹിന്ദി ഹൃദയഭൂമിയിൽ അതിന് സ്വീകാര്യത ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നുകിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ പുതിയൊരു തരത്തിലുള്ള നേതാവ് ഉയർന്നു വരണം, അല്ലെങ്കിൽ നിലവിൽ ഈ പിന്നെ ആം ആദ്മി പാർട്ടിയോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസോ ഇതിന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഗുണകരം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ വേറൊരു ചോദ്യം കൂടെ അവശേഷിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇടതാണോ വലുതാണോ എന്നുള്ളത്. അതിനൊക്കെ ഇടതാണോ സോഷ്യലിസ്റ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം മറ്റൊരു വിഷയമാണ്. പക്ഷേ നമ്മളിത് പറഞ്ഞു പോകേണ്ടതുണ്ട്. നെഹ്റുവിയൻ കാഴ്ചപ്പാടിലൂടെ കടന്നു പോകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ചുകൊണ്ട് തന്നെ പോകുന്ന ഒരു പാർട്ടി എന്നുള്ളതിൽ അത് അവർക്ക് മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളുമായി ചേരുന്നതിനോ അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളുമായി ചേരുന്നതിനോ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നും കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്.